കാര്യം എനിക്ക് ഉറപ്പായി അമ്മേ. ആ ഗോപാലനോടോ ഭാര്യയോടോ ചോദിച്ചിട്ട് കൃഷ്ണയോടോ അമ്മയുടെ വിവരം അറിയാമെന്ന് വിചാരിച്ചാ ഇനി നടക്കില്ല. ഒന്നുകിൽ അവർ വല്ലാതെ പേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞതിനായിരിക്കും കൂടുതൽ സാധ്യത. ഗോപാലിന്റെ ഭാര്യ ജോലി എടുത്തത് സിത്താരയുടെ വീട്ടിലല്ലേ? അപ്പോ സിത്താരയ്ക്ക് അത് എളുപ്പമാണല്ലോ. ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ കലാശിച്ചത്. അതിനി പറഞ്ഞിട്ടെന്താ? കഴിഞ്ഞതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും കൃഷ്ണമോളെ കണ്ടെത്തിയേ പറ്റൂ. നവീന്റെ ജീവിതം ഒന്നും അല്ലാതെ ആക്കിക്കളയാൻ പറ്റില്ല. അന്വേഷിക്കാമേ. മുമ്പ് ആരെന്നറിയാതെ എവിടെയെന്നറിയാതെ തെരഞ്ഞു നടന്നവരല്ലേ നമ്മള്. എന്നിട്ട് ദൈവം തന്നെ നമ്മുടെ മുമ്പ് കൊണ്ടു നിർത്തി. ഇപ്പൊ നമുക്ക് കൃഷ്ണമോളെ അറിയാം, അവളുടെ രീതികൾ അറിയാം. കണ്ടെത്താം. വേറൊരു പ്രശ്നം കൂടി ഉണ്ട് നന്ദ. എന്താ അമ്മേ? നവീനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂടെയുള്ളത് അവൻ സ്നേഹിച്ച പെണ്ണ് തന്നെയാ. അവൻ താലി കെട്ടിയ പെണ്ണ് തന്നെയാ. ഗാദിയുടെ സ്വഭാവമാണെങ്കില് ഇടയ്ക്കിടയ്ക്ക് മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. 1-2 ദിവസം അവള് തുടർച്ചയായിട്ട് നല്ല രീതിയിൽ പെരുമാറുകയോ അവരൊന്നിച്ചിവിടുന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുകയോ മറ്റോ ചെയ്ത അവരൊന്നിച്ചു ചേരുന്നത് നവീന്റെ നാശത്തിന് കാരണമാകുമെന്നാ പറഞ്ഞിരിക്കുന്നേ. സിദ്ധൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരാണോ നാഗശാപം തീർത്ത കുട്ടി അവള് തന്നെയായിരിക്കണം നവീന്റെ ഭാര്യയെന്ന്. കൈതുമുള്ളി പിടിച്ച അവസ്ഥയാമേ. കൈ അങ്ങോട്ട് നീക്കിയാലും ഇങ്ങോട്ട് നീക്കിയാലും മുള്ളു പാഞ്ഞു കയറും. ഒരാളെയും വേദനിപ്പിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വേണ്ടപ്പെട്ടവരെങ്കിലും വേദനിപ്പിക്കാതിരിക്കാം എന്നെങ്കിലും ഒരു ധൈര്യം വേണ്ടേ? കൈകൂപ്പി പ്രാർത്ഥിക്കുക തന്നെ. നവീനും ഗാദിയും ഒരുമിക്കുന്നത് ഒരു കാരണവശാലും നാഗദൈവങ്ങൾ സമ്മതിക്കില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് സിദ്ധൻ. അത് തന്നെ ഒരു സമാധാനം. ദൈവങ്ങൾ തീരുമാനിക്കുന്ന വഴിയിലൂടെയല്ലേ നമ്മുടെയൊക്കെ നടത്തം. അവര് തന്നെ നിശ്ചയിക്കട്ടെ.